Question number 6. ഇത് 3D geometryയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Let a x, y, z be a point in the xy plane and a is equidistant from 3.032, 203 and 001. Let b is equal to 1, 4, minus 1 and c is the point 20 minus 2. Then among the statements, അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അവിടെ തന്നിരിക്കുന്നു. ഒന്ന് S1 ഒന്ന് S2. എന്താ S1ൽ പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ എ ബി സി ഐസോസിലസ് ആൻഡ് റൈറ്റ് ആംഗിൾഡ്. S2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നു ട്രയാങ്കിൾ എ ബി സി 9√2/2. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വാലിഡിറ്റിയാണ് നമുക്കവിടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ശരിയാണല്ലോ? ഇതിലേതാണ് ട്രൂ ആകുന്നത്, ഏതാണ് ഫോൾസ് ആകുന്നത്? ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും പറയുന്നത് ട്രയാങ്കിൾ എ ബി സിയുടെ കാര്യമല്ലേ? ഒന്നിൽ ട്രയാങ്കിൾ എ ബി സി ഐസോസിലസ് ആണോ അതുപോലെ റൈറ്റ് ആംഗിൾഡ് ആണോ, ഇതാണ് നോക്കേണ്ടത്. മറ്റൊന്നിൽ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയുടെ വെർട്ടീസസ് കിട്ടിയാൽ പോരെ. ട്രയാങ്കിൾ എ ബി സിയുടെ വെർട്ടീസസിൽ ബിയും സിയും അവിടെ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന വെർട്ടെക്സും കൂടി കിട്ടിയാൽ മതിയല്ലോ. എ എന്ന് പറയുന്ന പോയിന്റിനെ പറ്റി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു എ എന്ന് പറയുന്നത് ഈസ് എ പോയിന്റ് ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. എനി പോയിന്റ് ഇൻ ദി എക്സ് വൈ പ്ലെയിൻ ഹാസ് ഇറ്റ്സ് ഇസഡ് കോർഡിനേറ്റ് 0. നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എയുടെ ഇസഡ് കോർഡിനേറ്റ്സ് ഉറപ്പായിട്ടും 0 ആയിരിക്കും. അപ്പോൾ എ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ്, വൈ, 0 എന്നെഴുതാമല്ലോ. ഇനി മാത്രമല്ല ഈ എ എന്ന് പറയുന്ന പോയിന്റ് അവിടെ തന്നിരിക്കുന്ന 3 പോയിന്റുകളുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്? ആ തന്നിരിക്കുന്ന പോയിന്റിനെ പി ക്യു ആർ എന്ന് പേരിട്ട് വിളിച്ചാൽ എ പിയുമായിട്ടും ക്യൂമായിട്ടും ആറുമായിട്ടുമുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണെന്നാണ് മനസ്സിലാക്കാനുള്ളത് അല്ലേ? അതായത് എനിക്ക് എ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആർ സ്ക്വയർ എന്ന് എഴുതാം. ശരിയാണല്ലോ? യെസ്. എന്താ എ പി സ്ക്വയർ? എയുടെ കോർഡിനേറ്റ്സ് എക്സ്, വൈ, 0, പിയുടെ കോർഡിനേറ്റ്സ് 0, 3, 2 അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ അല്ലേ? അതായത് 2 സ്ക്വയർ. അത് എന്തിനോട് ഈക്വലാ? എ ക്യു സ്ക്വയറിനോട് ഈക്വലാ. എന്താ എ ക്യു സ്ക്വയർ എന്ന് പറയുന്നത്? വീണ്ടും ഡിസ്റ്റൻസ് ഫോമിൽ കൊടുക്കാം. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അത് എന്തിനോട് ഈക്വലാണ്? എ ആർ സ്ക്വയറിനോട്. എന്താ എ ആർ സ്ക്വയർ? എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ 0 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? എല്ലാത്തിലും നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? ആദ്യത്തേത് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയറിനെ വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 9 എന്നെഴുതാം. പിന്നെ ഒരു 4 ഉണ്ട്. അടുത്തത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 9 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1. ശരിയല്ലേ? എല്ലാത്തിലും എക്സ് സ്ക്വയർ ഉണ്ട്. ത്രൂ ഔട്ട് നമുക്ക് എക്സ് സ്ക്വയർ സബ്ട്രാക്ട് ചെയ്ത് കളയാം. എല്ലാത്തിലും വൈ സ്ക്വയർ ഉണ്ട്. ത്രൂ ഔട്ട് നമുക്ക് വൈ സ്ക്വയറും സബ്ട്രാക്ട് ചെയ്ത് കളയാം അല്ലേ? അപ്പോൾ പിന്നീട് എന്താ നമുക്ക് അവിടെ കിട്ടുന്നത്? ആദ്യത്തത് മൈനസ് 6y പ്ലസ് 13 എന്ന് വരും. രണ്ടാമത്തത് മൈനസ് 4x പ്ലസ് 13 എന്ന് വരും അല്ലേ? ഇസ് ഈക്വൽ ടു എത്രയാ? 1 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മൈനസ് 6y പ്ലസ് 13 ഇസ് ഈക്വൽ ടു 1 എന്നും അതോടൊപ്പം മൈനസ് 4x പ്ലസ് 13 ഇസ് ഈക്വൽ ടു 1 എന്നും എഴുതാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് y ഇസ് ഈക്വൽ ടു 2 എന്നും എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നും കിട്ടും. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കിട്ടിയല്ലോ. എക്സും വൈയും കിട്ടിയാൽ നമുക്ക് എ എഴുതാമല്ലോ. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് എന്താ കിട്ടുക? എ എക്സ്, വൈ, 0 അതായത് 3, 2, 0 എന്ന് കിട്ടും. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ബിയും സിയും ഓൾറെഡി തന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് എഴുതി വെച്ചേക്കാം. ബി എന്ന് പറയുന്ന പോയിന്റ് അവിടെ തന്നിട്ടുണ്ടായിരുന്നു 1, 4, മൈനസ് 1. ക്ലിയർ ആണല്ലോ? അടുത്ത സിയുടെ കോർഡിനേറ്റ്സ് സി തന്നിട്ടുണ്ട് 2, 0, മൈനസ് 2. അപ്പോൾ 3 പോയിന്റിൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി S1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സി ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണോ എന്നല്ലേ ആദ്യം നോക്കേണ്ടത്. ഒരു ട്രയാങ്കിൾ ഐസോസിലസ് ആകണമെങ്കിൽ അതിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ആകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡുകളൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ സൈഡായിട്ട് ഞാൻ കണ്ടുപിടിക്കട്ടെ. എ ബി
ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. എയും ഉണ്ട് ബിയും ഉണ്ട്. എ ബി കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഫോർമുല എടുത്താൽ x2 - x1 ദ ഹോൾ സ്ക്വയർ 3 - 1 ദ ഹോൾ സ്ക്വയർ 2 സ്ക്വയർ കിട്ടും. അടുത്ത 2 - 4 ദ ഹോൾ സ്ക്വയർ -2ൻ്റെ സ്ക്വയർ 0 - -1 ദ ഹോൾ സ്ക്വയർ 1 സ്ക്വയർ. അതായത് √9 എന്ന് കിട്ടും. 3 എന്നല്ലേ കിട്ടുക. അപ്പോൾ എ ബി എനിക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി അല്ലേ. √9 3 ആണ്. ഇനി ഞാൻ ബി സി കണ്ടുപിടിക്കട്ടെ. ബി സി ഇസ് ഈക്വൽ ടു ബിയും സിയുമായിട്ടുള്ള ഡിസ്റ്റൻസ്. എഗെയിൻ ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കാം. എന്താ കിട്ടുക? 1 - 2 ദ ഹോൾ സ്ക്വയർ 4 - 0 ദ ഹോൾ സ്ക്വയർ 1 - -2 ദ ഹോൾ സ്ക്വയർ അല്ലേ 9 എന്ന് കിട്ടും. അപ്പോൾ ഇത് റൂട്ട് ഓഫ് എത്രയാണ് കിട്ടുക? 26 എന്നാണ് കിട്ടുക അല്ലേ. ശരിയാണ്. ഒന്നുകൂടെ നോക്കട്ടെ. ബി സി അല്ലേ. 1 - 2 -1ൻ്റെ സ്ക്വയർ 4 - 0 4ൻ്റെ സ്ക്വയർ -1 -2 -1 -2 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ഇത് √26 അല്ല √18 ആണ്. ഓക്കെ, √18 കിട്ടി. ഇനി അതുപോലെ തന്നെ എ സിയും കൂടെ കണ്ടുപിടിക്കാം. എ സി എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്തേ. 3 - 2 ദ ഹോൾ സ്ക്വയർ 4 - 0 ദ ഹോൾ സ്ക്വയർ 0 - 2 ദ ഹോൾ സ്ക്വയർ അല്ലേ. എ സി അല്ലേ എനിക്ക് വേണ്ടത്. അപ്പോൾ 3 - 2 ദ ഹോൾ സ്ക്വയർ 1, പിന്നെ 2 - 0 ദ ഹോൾ സ്ക്വയർ അല്ലേ. സോറി. അപ്പോൾ 2 - 0 ദ ഹോൾ സ്ക്വയർ 2 സ്ക്വയർ, പിന്നെ 0 - -2 അത് 2 സ്ക്വയർ. അപ്പോൾ ഇത് √9 എന്ന് കിട്ടുന്നു. അതും എത്രയാണ് കിട്ടുന്നത്? 3 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. യെസ്. അപ്പോൾ 3 സൈഡുകളും കിട്ടി. കൃത്യം 2 സൈഡുകൾ ഈക്വൽ ആണല്ലോ. എ ബിയും എ സിയും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഐസോസിലസ് ആണെന്നുള്ളത് ഉറപ്പായല്ലോ. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഐസോസിലസ് ആണ്. ഇനി അത് റൈറ്റ് ആംഗിൾഡ് ആണോ എന്നും കൂടെ നോക്കണം. നോക്കിയേ, ഇവിടെ നിന്ന് എ ബി സ്ക്വയറും അതുപോലെ എ സി സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 3 സ്ക്വയർ + 3 സ്ക്വയർ 9 + 9 18 എന്ന് കിട്ടത്തില്ലേ. ഈ 18 എന്ന് പറയുന്നത് ശരിക്കും ബി സിയുടെ സ്ക്വയർ അല്ലേ. അതായത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രയാങ്കിള് റൈറ്റ് ആംഗിൾഡ് ആണെന്നും കിട്ടി അല്ലേ. റൈറ്റ് ആംഗിൾഡുമാണ്. അപ്പോൾ S1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ therefore S1 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് S1 ട്രൂ ആണ്. കാരണം നമ്മുടെ ട്രയാങ്കിള് ഐസോസിലസുമാണ്, അതോടൊപ്പം റൈറ്റ് ആംഗിൾഡുമാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? S2 ശരിയാണോ എന്ന് നോക്കണം. ശരിയല്ലേ. S2 എന്ന് പറയുന്ന ട്രയാങ്കിളിൽ S2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ട്രയാങ്കിൾ എ ബി സി അല്ലേ. ഇതിൻ്റെ ഏരിയയാണ് വേണ്ടത്. ഓരോന്നിൻ്റെയും കോർഡിനേറ്റ്സ് കയ്യിലുണ്ട് അല്ലേ. എയുടെ കോർഡിനേറ്റ്സ് 3 2 0, ബിയുടെ കോർഡിനേറ്റ്സ് 1 4 -1, അതുപോലെ സിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2 0 -2. ട്രയാങ്കിളിൻ്റെ ഏരിയ വേണം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എ ബി എന്ന വെക്റ്ററും എ സി എന്ന് പറയുന്ന വെക്റ്ററും കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ സൈഡ് വെക്റ്റർ എയും വെക്റ്റർ ബിയും ആണെങ്കിൽ 1/2 × mod A × B എടുത്താൽ ഏരിയ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എ ബി എന്ന് പറയുന്ന വെക്റ്റർ കണ്ടുപിടിക്കുന്നു. പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ എടുത്താൽ പോരെ. അപ്പോൾ 1 - 3i അതായത് -2i ശരിയല്ലേ. അതുപോലെ തന്നെ 4 - 2j അതായത് 2j, -1 - 0k -k കിട്ടും. അതുപോലെ എ സി എന്ന് പറയുന്ന വെക്റ്റർ എടുക്കാം. പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ അതായത് 2 - 3i -1i, 0 - 2j, അതുപോലെ -2 - 0k. അപ്പോൾ എ ബി കിട്ടി, എ സി കിട്ടി. ഒന്ന് ക്രോസ് പ്രോഡക്റ്റ് എടുത്താലോ. എ ബി ക്രോസ് എ സി ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്യാം. ഫസ്റ്റ് റോ IJK ആണ്, സെക്കൻഡ് റോയിൽ -2 2 -1, തേർഡ് റോയിൽ -1 -2 -2 വരും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു i ഇൻറ്റു, അപ്പോൾ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏതാണ്ട് ഐയുടെ എന്താ കിട്ടുക? -6i വരും. പിന്നെ ജെയുടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -3j ഉണ്ട്. കെ എടുത്താൽ +6k എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് എ ബി ക്രോസ് എ സി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി ഇസ് ഈക്വൽ ടു √36 + 9 + 36 എന്ന് കിട്ടും. ശരിയല്ലേ. അതായത് √81 എന്ന് കിട്ടും. √81 ഈസ് 9. അപ്പോൾ ഏരിയ വേണം. സോ ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ×
modulus of AB cross AC, which is equal to 1/2 into 9. So area is 9/2. But in statement S2, it is given that area of triangle ABC is 9√2/2. പക്ഷേ ആക്ച്വൽ വാല്യൂ നമുക്ക് കിട്ടിയത് 9/2 ആണ്. സോ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് S2 ഫോൾസ് ആണെന്നല്ലേ പറയാൻ പറ്റുക. Therefore S2 ഈസ് ഫോൾസ്. അപ്പോൾ S1 മാത്രമാണ് ട്രൂ ആകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ഓൺലി S1 ഈസ് ട്രൂ. ഓപ്ഷൻ 2 അല്ലേ നമുക്കവിടെ കറക്റ്റായിട്ട് പറയാൻ പറ്റുക. സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്.